നമസ്തേ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും കൊളീഗ്സും ഒക്കെ കുറേ നാളായിട്ട് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. എൻ്റെ വാഹനം സർവീസ് ചെയ്യുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന്. കാരണം എനിക്കറിയാവുന്ന എല്ലാ ആൾക്കാരുടെ അടുത്തും ഞാനൊരു സർവീസ് സെൻ്ററിനെ കുറിച്ച് പറയുണ്ടായി. പക്ഷേ ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല, ഇത്രയും ഭംഗിയായിട്ട് സർവീസ് ചെയ്യുന്നൊരു സർവീസ് സെൻ്റർ ഉണ്ടെന്ന്. അപ്പം അത് എൻ്റെ ഈ വണ്ടി സർവീസ് ചെയ്യുന്ന വിഷ്വൽസാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ആ സർവീസ് സെൻ്ററിൽ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങുകയാണ്. ഇപ്പം 6 മണി, വെളുപ്പിന് 6 മണിയോളമായി. ഇപ്പോഴേ പോയാലും അവിടെ സീനിയോറിറ്റി പിടിക്കാൻ പറ്റില്ല. എനിക്ക് പരിചയമുണ്ട്, എന്നിരുന്നാലും അവിടെ ഒത്തിരി വാഹനങ്ങൾ സർവീസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ സീനിയോറിറ്റി പിടിക്കണമെങ്കിൽ അതിരാവിലെ പയ്യാലേ പറ്റത്തുള്ളൂ. മുമ്പുള്ള അനുഭവം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ 6 മണി കഴിഞ്ഞു. ഞാനിത് നേരം വെളുത്ത് വരുന്ന ടൈമാണ്. ഞാനിപ്പം സർവീസ് സെൻ്ററിലോട്ട്, ട്രിവാൻഡ്രത്തുള്ള സർവീസ് സെൻ്ററിലോട്ട് യാത്ര ഇരിക്കുകയാണ്. ഇനി നിങ്ങൾ കാണുന്നത് അവിടുത്തെ എൻ്റെ ഈ വാഹനം സർവീസ് ചെയ്യുന്ന വിഷ്വൽസാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള VS സർവീസ് സെന്ററിന്റെ മുൻപിലാണ്. എന്റെ കാറുകൾ വർഷങ്ങളായിട്ട് സർവീസ് ചെയ്യുന്ന സർവീസ് സെന്ററാണിത്. ഈ സർവീസ് സെന്ററിൽ വണ്ടികൾ സർവീസ് ചെയ്യുന്ന മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എന്റെ ഹുണ്ടായി ഐട്ടൺ കറുത്ത കാർ ഇതാ കിടപ്പുണ്ട്. ഇത് സീനിയോറിറ്റി ആയിട്ട് ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ രാവിലെ 6:30 മണിയോടുകൂടിയാണ് ഇവിടെ എത്തിയത്. അന്നേരം മുതൽ ഈ ലോറികളും വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. എനിക്ക് തോന്നിയത് ഒന്നുകിൽ ഇന്നലെ കൊണ്ടിട്ടതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് എന്നെക്കാളും മുന്നേ എത്തിയവരായിരിക്കാം ഇവിടെ കിടക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം സമയമെടുത്താണ് വണ്ടികൾ സർവീസ് ചെയ്യുന്നത്. രാവിലെ തുടങ്ങിയ ചിലപ്പോൾ വൈകിട്ട് വരെയാവും. ഒരു വണ്ടി സർവീസ് ചെയ്യുന്ന 2 പേര് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഈ കിടക്കുന്ന വാഹനങ്ങൾ, ലോറികൾ, കാറുകൾ, ഇതെല്ലാം നിരനിരയായിട്ട് കിടക്കണം. ഇത്രയും വാഹനങ്ങൾ സർവീസ് ചെയ്യുന്ന വേറെ സർവീസ് സെന്ററിലില്ല. പിന്നെ കൊണ്ടുവന്ന് ഞാൻ അങ്ങനെ ഇട്ടിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. ഉണ്ടല്ലോ അതാ കിടക്കണം സീനിയോറിറ്റി. ഇവിടെ വണ്ടികൾ നിരനിരയായിട്ട് കിടക്കുകയാണ്. സൂര്യന്താ ഒതിച്ച് വന്നതേ ഉള്ളൂ. അങ്ങനെ മേലാളി ഇറങ്ങി വന്ന് പിന്നെ ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ തലേദിവസം കൊണ്ടിട്ടെന്നും തോന്നുന്നു കേട്ടോ. അവരോട് ലോറി, ഓട്ടോ, അത് ഇത് എല്ലാം കിടക്കുന്നു. എപ്പോൾ ഇത് ചെയ്ത് കിട്ടുമെന്ന് അറിഞ്ഞൂടെ. പിന്നെ പുള്ളിയൊരു എൻ്റെ അടുത്തുള്ളൊരു സ്നേഹം വെച്ച് പെട്ടെന്ന് ചെയ്തു തരുന്നത്. എന്നാലും എനിക്ക് കൊണ്ട് 2-3 മണിയെങ്കിലും ഒരുപാട് സമയം എടുക്കും. ഫുൾ സർവീസാണ്. അപ്പോൾ വണ്ടി റാമ്പിൽ കയറ്റി പൊക്കി അടിയൊക്കെ അടിച്ച് വൃത്തിയാക്കിയാലേ നല്ല നീറ്റാവുള്ളൂ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ശരിയാവുള്ളൂ. എല്ലാ വണ്ടികളും കൊണ്ടിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പരിപാടി തുടങ്ങിയതേ ഉള്ളൂ. സീനിയർ ടെൻഷനുള്ള 2 വണ്ടി കഴിഞ്ഞ് തുടങ്ങി. ഇഷ്ടം പോലെ വണ്ടികൾ കിടക്കണം, ഓട്ടോയും കാറും ഒക്കെ ആയിട്ട്. നമ്മളെ വണ്ടി മറ്റേ കണ്ടല്ലോ, എൻ്റെ ഇപ്പോഴത്തേത് കണ്ടല്ലോ. ഞാനാണെങ്കിൽ ബോണറ്റ് പൊക്കി കാണിച്ചു തരാം. ബോണറ്റിനകത്തുള്ള അവസ്ഥ വായിക്കുവാണ് കഴിഞ്ഞത്. പിന്നെ സർവീസ് ചെയ്ത ശേഷം മനസ്സിലാക്കണല്ലോ എങ്ങനെ കിടന്നു. വണ്ടിയുടെ കണ്ടീഷൻ കണ്ടോ, മൊത്തം പൊടി പിടിച്ച് കിടക്കുകയാണ്. ഫുള്ള് തെരുമ്പും ഇതെല്ലാം ഉണ്ട്. മൊത്തം അഴുക്കിന് കഴുകിയിട്ട് കിടക്കുകയാണ്. ഫുള്ള് തെരുമ്പാണ്. അതെല്ലാം ഭംഗിയായിട്ട് വരുന്നത്. മൊത്തം തെരുമ്പും ഉള്ള അഴുക്കും കഴുകിയിട്ട് കിടക്കുകയാണ്. എല്ലാം പെയിന്റ് അടിയും ഉണ്ട് ഇവിടെ. അതിനകത്ത് പെയിന്റ് അടി എല്ലാ സെറ്റപ്പും ഉണ്ട്. സർവീസ് കൂടെ ഉണ്ട്. ഞാൻ ചിലപ്പോൾ എന്റെ വണ്ടി ചിലടത്തൊക്കെ പെയിന്റ് ചെയ്യാറുണ്ട്. ഇതിന്റെ ഓണർ ഗൾഫിൽ അശോക് ലൈലാൻഡിൽ ആണ് അദ്ദേഹം ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയും അദ്ദേഹം പാച്ച് വർക്കും പെയിന്റിങ്ങും തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നല്ല പുള്ളിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അവിടെ തന്നെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇവിടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ തന്നെ ചെയ്യാൻ പുള്ളി. ഞാൻ ഒരു 20 വർഷം കൊണ്ട് എന്റെ വണ്ടികൾ, കാറൊക്കെ ഇവിടെ അച്ഛൻ അംബാസഡർ കാറുള്ളപ്പോൾ ഞാൻ ഇവിടെ തന്നെ കൊടുക്കും. എൻ്റെ അടുത്ത് വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ. അതുകൊണ്ട് ഞാൻ പുതിയ വണ്ടി ഇപ്പം ടൊയോട്ട എത്തിയോസൊക്കെ ഈ സർവീസ് ഉള്ളപ്പം കമ്പനി സർവീസ് ചെയ്യും. ബാക്കി ഇവിടെ തന്നെ ചെയ്യും. ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട്. നല്ല മോട്ടറുകൾ, പിന്നെ അതുപോലെ തന്നെ ഈ വാട്ടർ പമ്പ് ചെയ്ത് കാരണം വലിയ പമ്പ്. അത് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തിന് ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ ഇടത്തും ആ ഒരു പമ്പില്ല. ഞാൻ കാണിച്ചില്ല. ഇതുണ്ട്, ഇതാണ് പമ്പ്. അത് നമ്മളായിട്ട് മോട്ടറിൽ നിന്ന് പമ്പ് ഇത് കോയമ്പത്തൂർന്ന് ഇത് എവിടെ ഈ മോട്ടർ എവിടെ നിന്ന് എടുത്തത്? ഞാൻ ഡ്രൈവറെ കോയമ്പത്തൂരുന്ന് ഈ മോട്ടർ നല്ല സൂപ്പർ സംഭവമാണ് കേട്ടാ. വെള്ളം പമ്പ് ചെയ്ത്
പ്യൂരിഫൈ ചെയ്താണ് വരുന്നത് വെള്ളം. അതായത് വെള്ളം ഇത് വരുന്ന വെള്ളത്തിന് പമ്പിലൊക്കെ എടുത്തിട്ട് മോട്ടറിലടിച്ച് കെട്ടിയിട്ടുണ്ടാകും. പ്യൂരിഫൈ എടുക്കാനുണ്ട്. സംഭവം സൂപ്പർ സംഭവം. ഇത് ട്രിവാൻഡ്രത്തിന്റെ ഇതിവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. വലിയ ടാങ്കാണ്. ഇത് നമ്മൾ വീഡിയോ കാണുമ്പോൾ അറിഞ്ഞൂടെ വെള്ളം നിറഞ്ഞിരിക്കുന്നുണ്ടോ? ഭയങ്കര വെള്ളം നിറഞ്ഞ് അതൊക്കെ എപ്പോഴും വെള്ളമുണ്ട്. ഭയങ്കര പ്രശ്നമാണ് അടിക്കുന്നത്. ചിലപ്പോൾ പെയിന്റ് വരെ തിളച്ച് പോകുന്നുണ്ടോ? അത്ര പ്രശ്നമാണ് ഇവിടുത്തെ സർവീസ് ചെയ്യുന്നത്. ഇവിടെ സർവീസ് കിട്ടാൻ തന്നെ പാടാണ്. ഞാനിവിടെ സ്ഥിരം വരണമുണ്ട്. അവര് നമ്മൾക്കൊരിതുണ്ട്. പെട്ടെന്ന് ചെയ്തു തരുമെന്ന് വിചാരിക്കണം. എപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന പറഞ്ഞിവിടെ അതിലിറങ്ങിയതാണ്. ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ സർവീസ് സെന്റർ. നമ്മളെ വണ്ടി തുടങ്ങിയില്ല, കിടക്കാണ് ഒരു കൂട്ടായിരുന്നു. പരിപാടി തുടങ്ങി. വണ്ടി കെട്ടി ഭയങ്കരമായിട്ട് വായിലടിച്ച് കഴുകാൻ വേണ്ടി റെഡിയാക്കി ഇട്ടുകൊണ്ടിരിക്കും. ഇനി സ്പീഡ് നടക്കും. നമ്മളെ വണ്ടി സർവീസ് തുടങ്ങി. വേണ്ട ഫുള്ള് പാടൊക്കെ തുറന്നിട്ട് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ തീരുമെന്ന് കണ്ടറിയാം. പൊടിയെല്ലാം അകത്തുള്ള പൊടിയെല്ലാം നേരത്തെ അടിച്ച് സർവീസ് ചെയ്തപ്പോൾ എല്ലാം അടിച്ച് കളഞ്ഞതാണ്. പക്ഷേ വീണ്ടും എൻ്റെ കയ്യിലുള്ള പൊടി ഒഴുക്കിയിട്ട് പൊടിയായും തോന്നും. അകത്തുള്ള പൊടിയെല്ലാം ആദ്യം അടിച്ച് കളയാണ്. മൊത്തം പൊടി ഇതിൻ്റെ ഇടയിലുള്ള പൊടികളെല്ലാം ഫുൾ സർവീസാണ് ചെയ്യണം. മൊത്തം പൊടിയും അടിച്ച് കളയാണ്. മഴയില്ലായിരുന്നെങ്കിൽ മതിയായിരുന്നു. അതേയുള്ളൊരു താല്പര്യം. അകത്തുള്ള പൊടിയെല്ലാം അടിച്ച് ഒരേകത്ത് കളയുന്നുണ്ട്. ബോണറ്റിനകത്ത് കണ്ട തുരുമ്പും അഴുക്കൊക്കെ ഉണ്ട്. ഫുള്ള് അഴുക്കായിട്ടിരിക്കുകയാണ്. മൊത്തം തുരുമ്പും അഴുക്കാണ്. ഇത് മൊത്തം ക്ലീൻ ചെയ്ത് ഓയിലടിക്കുന്ന ഒരു സാധാരണ സർവീസ് സെന്ററിൽ ചെയ്യുന്ന പോലെ അല്ല ഇവിടെ ചെയ്യുക. ഇവിടെ ഇപ്പോൾ ആദ്യം മണ്ണെണ്ണ ഫുള്ള് ഇപ്പം ബോണറ്റിനകത്തായാൽ പോലും ഫുള്ള് മണ്ണെണ്ണ എഞ്ചിൻ ഫുള്ള് കവർ ചെയ്ത് തയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട തുരുമ്പും കാര്യങ്ങളും എല്ലാം അതിലിങ്ങി പോകുന്നു. അപ്പം അതിൽ പോകുന്നതിന് ശേഷമാണ് ഇവർ പിന്നെ നന്നായിട്ട് റബ്ബ് ചെയ്യുന്നുണ്ട്. റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് ഉള്ള എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡസ്റ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തുരുമ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ചില വണ്ടികളുടെ കൊഴുത്തുരുമ്പാണ്. എന്റെ വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നതും കൂടെ ആയതുകൊണ്ട് മിക്കവാറും ഒക്കെ അതിൽ തുരുമ്പ് വരാറുണ്ട്. കടലോരങ്ങളിൽ കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ വരാറുണ്ട്. പക്ഷെ നമ്മൾ ഈ സർവീസ് ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റ് ഈ തുരുമ്പെല്ലാം കൃത്യമായ സർവീസ് ആണെങ്കിൽ കറക്റ്റ് തുരുമ്പും കാര്യങ്ങളൊക്കെ അങ്ങ് പോയി കിട്ടും. ഇത് മണ്ണെണ്ണയിട്ട് തുരുമ്പ് പിടിക്കുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട തുരുമ്പെല്ലാം അങ്ങ് പോകും. പിന്നെ ഇവര് നല്ല പ്രഷർ ചെയ്ത് അടിക്കുന്നുണ്ട്. പ്രഷർ ചെയ്ത് അടിച്ചതിന് ശേഷമാണ് പിന്നെ ഇവര് സോപ്പ് ഓയിൽ തേക്കുന്നത്. സോപ്പ് ഓയിൽ തേച്ച് സോപ്പ് ഓയിലിന്റെ ആ ഒരു ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് അതിലുള്ള ഫുള്ള് ചെളിയായാലും പൊടിയായാലും ഒക്കെ മൊത്തത്തിൽ അങ്ങ് പോകും. അപ്പൊ അത് കൂടെ ആകുമ്പോഴത്തേക്കും ഈ വണ്ടിയുടെ ഒരു എഞ്ചിന്റെ ലൈഫ് മാറിയാണ്. പ്രൊട്ടക്ഷൻ കിട്ടുക തന്നെയാണ് ചെയ്യണം. എന്നിട്ടാണ് പിന്നെ ഇവര് ലാസ്റ്റ് ഈ ഗ്രീസോ അല്ലെങ്കിൽ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലത്ത് അടിക്കുന്ന ഇപ്പൊ നമ്മൾ പണ്ട് അംബാസഡർ കാറിലൊക്കെ അടിക്കുന്ന എന്താണ് ഡീസലല്ലേ അടിക്കുന്നത്. ഇതിലെ അടിക്കണമെന്ന് പറഞ്ഞാൽ ഈ വണ്ടികളിൽ നിന്ന് ചോർത്തണ ഓയിലുകൾ ഇവർ വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പൊ ആ ഓയിൽ ഭയങ്കര കട്ടിയായിരിക്കും. അപ്പൊ ആ ഓയിൽ ഇത് ഇവര് വലിയ കംപ്രസർ വെച്ചല്ലേ അടിക്കുന്നത്. അപ്പൊ ആ ഓയിൽ അടിക്കുമ്പോഴത്തേക്കും ഈ ഓയിലിന്റെ ഒരു പവർ കൊണ്ട് പെട്ടെന്ന് നമുക്കൊരു 6 മാസം വരെയൊക്കെ നമുക്ക് നമ്മുടെ എഞ്ചിനൊക്കെ ഗ്യാരണ്ടി ഉണ്ട്. എഞ്ചിനിൽ ഫുള്ള് ഇതിരിക്കും. പിന്നെ നമ്മൾ നല്ല മഴയത്തൊക്കെ ഓടുകയാണെങ്കിൽ മാത്രം അടിയിൽ കൂടെ ചെളിയൊക്കെ അടിച്ചിട്ട് ഫുള്ള് അകത്ത് അടിയിലൊക്കെ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം ശരിക്കും കൃത്യമായി സർവീസ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഒരിക്കലും തുരുമ്പോ കാര്യങ്ങളൊന്നും വരില്ല. കാര്യം റാമ്പിൽ കയറ്റി വണ്ടി പൊക്കി ചെയ്യുമ്പോൾ അത്രയും ഇത് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞു വന്നതാണ്. ഇവിടെ അത്രയും അവര് എന്താ പറയാ ബംഗാളികളാണ് ചെയ്യണത്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ മലയാളികളെക്കാളും കൂടുതൽ വർക്ക് ചെയ്യുന്ന ബംഗാളികളാണ്. കാര്യം ഇവര് ഈ തൊഴിലുടമകൾ ഇവരായിട്ട് നന്നായിട്ട് പണി ചെയ്യിച്ചാൽ മാത്രമേ ഒരു പൈസ കൊടുക്കുള്ളൂ. അപ്പൊ അവര് നന്നായിട്ട് ഒരു വണ്ടിയും വെച്ചിട്ട് എത്ര നേരം എന്ന് പറഞ്ഞ് നിൽക്കണം. ഞാൻ കണ്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. കാര്യം നമ്മൾ ചിലപ്പോൾ കൂടെ നിൽക്കണോണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷെ എന്നിരുന്നാൽ ഞാൻ പോവില്ല. ഞാൻ വണ്ടി കൊണ്ടു കൊടുക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെ കറങ്ങി ചുറ്റിയൊക്കെ ഇവിടെ നിൽക്കാറുണ്ട്. അപ്പൊ ഇതിപ്പോ രാവിലെ തുടങ്ങി ഇത്രയും സമയമായിട്ട് ഇത് ഇങ്ങനെ തന്നെ നിന്ന് ചെയ്യാന്ന് പറയുന്നത് 2 പേര് നിന്നിട്ട് ഒരാളങ്ങ് പോകുമ്പോൾ ഒരാൾ പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു വേറെ വണ്ടികൾ വരാൻ ചെറിയ ഇപ്പൊ ബൈക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇത് തേച്ചിട്ടിട്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ മണ്ണെണ്ണ തേച്ച് കുറച്ച് സമയം അവർ ഇട്ടിരിക്കും. എന്ന് വെച്ചാൽ എന്നാലേ അത് അതിന്റെ കുഴിത്തരുമ്പും കാര്യങ്ങളൊക്കെ ഇളകി വരത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി കുറച്ച് സമയം അങ്ങനെയും സൂക്ഷിച്ച് ഒരു വെക്കാറുണ്ട്. പക്ഷെ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, സൂപ്പർ സർവീസാണ് ഇവിടുത്തെ.
കഴിഞ്ഞിട്ട് മാത്രമേ സാധാ ഇറക്കി മുകളിലത്തെ ബാക്കി പണികൾ ചെയ്യുള്ളൂ. അകത്തത്തെ പൊടിയടിച്ച് അടിയിലൊക്കെ ഓയിലടിക്കുന്നതേ ഉള്ളൂ. മാറ്റുകൾ വണ്ടിക്കകത്തുള്ള മാറ്റുകളൊക്കെ ഇളക്കുക, അടിയിലൊക്കെ പൊടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. മാറ്റുകൾ സെറ്റിന് ടയറിൽ അടിക്കും. സെറ്റിന് ടയറിൽ അവിടെ കൊണ്ട് സെറ്റിന് ടയറിൽ മാറ്റുകളിലാണ് ഇപ്പം അടിക്കുന്നത്. പൊടി ഓയിലല്ല മണ്ണെണ്ണ ഓയിലും കൊടുത്താൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് കഴിയും, ടോപ്പ് ഓയിലിട്ട് കഴിയും. ടോപ്പ് ഓയിലിട്ട് വെള്ളമായിട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. വണ്ടി സർവീസിന് എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥ വണ്ടിയുടെ ഷോറൂമിൽ കൊടുത്ത് ഇത്രയും ഭംഗിയായിട്ട് പറയും. ഇതൊക്കെ സ്റ്റെപ്പിന് വേണ്ട, നമ്മുടെ വണ്ടിയുടെ സ്റ്റെപ്പിനെയാണ് അടിക്കുന്നത്. വേണ്ട സ്റ്റെപ്പിന് നല്ല ഭംഗിയായിട്ട് അതിനകത്ത് ഇങ്ങനെ തരുമ്പോൾ നിൽക്കില്ല, മൊത്തം നല്ല ഇതാണ്. അതിനകത്തുള്ള അഴുക്കൊക്കെ പോകും. അത് നീറ്റാക്കി നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ ടയറിലോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ടയറിലുള്ള അഴുക്കുകളാണ് അടുത്ത് കഴുകി കളയുന്നത്. കുട്ടികൾ ടോപ്പായിൽ വെച്ച് കഴുകാനുണ്ട് നല്ല ഭംഗിയായിട്ട്. മാറ്റുകൾ ടോപ്പായിൽ വെച്ച് കഴുകുന്നു. അത് അടുത്തൊന്ന് വണ്ടി കഴുകും. വണ്ടി ടോപ്പായിൽ വെച്ച് കഴുകും. കമ്പി പേസ്റ്റ് ഇട്ടാണ് മാറ്റുകൾ കഴുകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലിരിക്കുന്ന അഴുക്കും ചെളിയൊക്കെ നല്ല ഭംഗിയായിട്ട് പോകും. മനസ്സിലായില്ലേ? ഇവിടെ വേറെ ഉള്ളിടത്തൊന്നും അത്ര ഇതായിട്ട് ചെയ്യില്ല. അതുകൊണ്ട് തുണി മുക്കിയാണ് മാറ്റ് കഴുകുന്നത്. അതിൻ്റെ ഈ ഇടയിരിക്കുന്ന അഴുക്കും ചെളിയൊന്നും പോലെ ഇതിപ്പോൾ നമ്മൾ ഒറിജിനൽ പുതിയത് വാങ്ങിക്കുമ്പോൾ മാറ്റുകളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വൃത്തിയായിരിക്കും, നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. അത് പിന്നെ നമ്മൾ അകത്ത് മണ്ണ് ചവിട്ടി കയറായിരുന്നു. മണ്ണ് ചവിട്ടി കയറിയതിൻ്റെ അടുത്ത് മാറ്റ് പെട്ടെന്ന് തട്ടിക്കളയണം. ചെളി ചവിട്ടി കയറായിരുന്നു. കുറേ നാളൊരു 4-5 മാസം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും അകത്തുള്ള മാറ്റുകളൊക്കെ. ടയറിൽ ബ്രഷ് വെച്ച് കഴുകുകയാണ് കേട്ടോ. നല്ല വൃത്തിയാകുന്ന രീതിയിൽ കഴിയും. ഇനി ചെളി അടിക്കാമെന്ന് എനിക്കല്ല. മഴ പെയ്യെങ്കിൽ എല്ലാം ചെളി അടിക്കും. കൊണ്ട് ഓട്ടത്തിൻ്റെ ഇടയിലോ മഴക്കോളുണ്ട് ഇതുണ്ട്. മഴ പെയ്യില്ലെന്നാണ് പ്രാർത്ഥന. അവർ അത്രയ്ക്ക് അവർ കഷ്ടപ്പെട്ട് പുതിയ പോലാക്കി എടുക്കുകയാണ്. ചെളി സർവീസ് ചെയ്താൽ ഇനി ഞാൻ AC ഇടാതെ ഓടില്ല. കാരണം പുറത്തുള്ള പൊടിയെല്ലാം നമ്മൾ ഗ്ലാസ്സിനകത്ത് അകത്ത് കയറും. ഇപ്പൊ വണ്ടിക്കകം സ്വർഗ്ഗലോകം പോലെ കിടക്കുകയാണ്. അകത്തുള്ള അവരുടെ ആ കംപ്രസർ വെച്ച് ഫുള്ള് പൊടി അടിച്ച് കളഞ്ഞ നല്ല സ്വർഗ്ഗലോകം പോലെയായി. പ്രശ്നം തോന്നുന്ന വർഷമാണ്. പക്ഷേ ഇന്ന് വരെ ഇവിടെ സർവീസ് ചെയ്തിട്ട് ഒരു പൊടി പോലും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. പൊടിയായിരിക്കും അത് കമ്പനി ചെയ്യുന്നതിനേക്കാളും നല്ല ഭംഗിയായിട്ടാണ് അടിക്കുന്നത്. ഞാൻ എൻ്റെ വണ്ടിയുടെ ഫ്രീ സർവീസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് കാട്ടുന്നത്. ഇത് 20 വർഷം കൊണ്ട് ഇവിടെ ഉണ്ട്. ഗൾഫിൽ പോയിട്ട് വന്ന ഒരു നല്ല പ്രായമുള്ള മനുഷ്യനാണ്. നന്നായിട്ട് ചെയ്യും. കാര്യം ഇപ്പം ബംഗാളികളാണ്. പണ്ട് മലയാളിയായിരുന്നു. ഇപ്പം മലയാളിയൊന്നുമില്ല. ഇപ്പം ബംഗാളികളാണ് ചിലത്. പക്ഷേ അവർ നന്നായിട്ട് പണിയുന്നുണ്ട്. മറ്റുള്ളതിനെ അപേക്ഷിച്ചും കൂടെ സ്വാഭാവികമായിട്ട് റേറ്റ് കൂടുതലാണ്. പക്ഷെ നന്നായിട്ട് ചെയ്യും പണി. വേറെ 4-5 ഉണ്ട് എനിക്ക് പരിചയത്തുള്ളത്. പക്ഷെ ഞാൻ പലയിടത്തും പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇവിടെയാണ്. ഇവിടെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പകുതി പണിയാണെന്ന് പറയാൻ പറ്റില്ല. ഇനിയും ഉണ്ട്. അപ്പോൾ ഇതിപ്പം വണ്ടിയുടെ ബോഡിയൊന്നും കഴിയിട്ടില്ല. ഇപ്പം അടിയും ടയറുകളും പിന്നെ എഞ്ചിനും മാത്രമേ തേച്ച് കഴിയിട്ടുള്ളൂ. പിന്നെ അകത്തുള്ള ഡസ്റ്റ് എല്ലാം അടിച്ച് കളയുന്നുണ്ട്. ഇനി അകത്ത് തുടയ്ക്കാനുണ്ട്, ഗ്ലാസ് തുടയ്ക്കാനുണ്ട്. ഗ്ലാസ് വരെ തുടയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ഇട്ടിട്ടാണ് തുടയ്ക്കുന്നത്. പേപ്പർ അതായത് വണ്ടി ഫുള്ള് കഴുകിയതിന് ശേഷം പേപ്പർ സാധാരണ നമ്മളെ ന്യൂസ് പേപ്പറില്ലേ അതിട്ടിട്ടാണ് ഗ്ലാസിന്റെ ഫ്രണ്ട് ഗ്ലാസ്, അതുപോലെ തന്നെ പുറകിലെ ഗ്ലാസ്, അതുപോലെ തന്നെ ഈ സൈഡ് മിറേഴ്സ് ഒക്കെ തുടയ്ക്കുന്നത് പേപ്പർ ഇട്ടിട്ടാണ്. അപ്പം ഈ പേപ്പർ തന്നെ ആദ്യം ഒന്ന് ജസ്റ്റ് റബ്ബ് ചെയ്തതിനു ശേഷം ഗ്ലാസിന്റെ അകത്തും അതുപോലെ തന്നെ ഗ്ലാസിന്റെ പുറത്തും അങ്ങനെ ചെയ്യുന്ന വേറൊരു സർവീസ് സെന്റർ ഞാൻ കണ്ടിട്ടില്ല. കമ്പനിക്കകത്ത് പോകുമ്പോഴും നമ്മുടെ അവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ടല്ലോ, കസ്റ്റമേഴ്സ് ലോഞ്ച്, അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഗ്ലാസ്സിലൂടെ കാണുമ്പോൾ അവരെവിടെയെങ്കിലും ഒരിടത്ത് മാത്രം വൈപ്പർ ഇട്ടൊന്ന് അടിച്ചിട്ട് റബ്ബ് ചെയ്ത് തരും. ഇന്നോവയിലൊക്കെ ആണെങ്കിൽ ബാക്കിൽ എന്റെ വണ്ടിയിൽ വൈപ്പറുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് വൈപ്പർ ഇട്ടതിന് ശേഷം ഇവരൊന്ന് അവിടെ ഗ്ലാസ്സിൽ ഈ പേപ്പർ വെച്ചൊന്ന് റബ്ബ് ചെയ്യാണ് ചെയ്യണം. പിന്നെ നമ്മൾ വെയിലത്തോടുമ്പോൾ അതങ്ങ് ഡ്രൈ ആവും, അങ്ങനെ ചെയ്യണം. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ പകലാല് ചെയ്യുന്ന അവർ ആദ്യം ഗ്ലാസ്സിൽ നന്നായിട്ട് പേപ്പർ വെച്ച് റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം അങ്ങ് പോകും. മറ്റൊരു ഒരുമാതിരി പുക പോലെ കിടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അതിന്റെ അടയാളമൊക്കെ കിടക്കും. അപ്പൊ അത് കറക്റ്റ് പേപ്പർ ഇട്ട് തുടച്ചു വിടുമ്പോൾ മാത്രമേ അതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് പുറത്ത് നമ്മളെ വിൻ ഗ്ലാസ് നല്ല പവറായിട്ട് നിൽക്കുകയുള്ളൂ. ഇനി മഴ പെയ്യാതിരുന്നെങ്കിൽ മതിയായിരുന്നു. മഴ പെയ്യുമെന്നൊരു ഡൗട്ടുണ്ട്. മഴ പെയ്താൽ ഫുള്ള് ചെളിയാവും. ഞാൻ ഈ കഷ്ടപ്പെട്ട സർവീസ് ചെയ്തത് ഇത് വെറുതെ ആവും. അതേ ഒരു പേടിയേ ഉള്ളൂ. ിലുള്ള ചെളിയെല്ലാം അടിച്ച് കളയുന്നുണ്ട് വണ്ടിയുടെ അടിയിൽ. അതായത് ബോഡിയുടെ അടിയിലുള്ള ചെടി മൊത്തം ചെളിയും അടിച്ച് കളയുന്നുണ്ട്. ഫുള്ള് ചെളിയും തിരുമ്പക്കൊണ്ട് എല്ലാം ഇപ്പം തിരക്കി വരെ മണ്ണെണ്ണയും ഓയിലും കൂടെ ഇട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതില്ല അല്ല പ്രഷറിൽ അടിക്കുമ്പം പെയിൻറ്റ് ചെയ്ത് തിറക്കി പോകും. അത്ര പ്രഷറാണ്. അതുപോലെ മിഷ്യൻ കാണിച്ചതല്ല മോട്ടർ, ആ മോട്ടർ വെച്ചല്ലേ പമ്പ് ചെയ്യണം വെള്ളം. ഭയങ്കര കയ്യിലടിച്ച കൈ പൊത്തുമെന്നാണ്, അത്ര പ്രഷറാണ്. അത് ഇപ്പോൾ സ്റ്റെപ്പിന് ടയർ കഴിയുകയാണ്. വേണ്ട സ്റ്റെപ്പിന് ടയർ കഴിയുന്ന വിഷ്വൽസാണ്. കണ്ടല്ലേ നല്ല ഭംഗിയായിട്ട്. ചിലയിടത്തൊന്നും സ്റ്റെപ്പിന് ടയർ എടുത്ത് വെളിയിടവരുമില്ല. വേണ്ട നല്ല ഭംഗിയായിട്ട് ടയർ വരെ ഉൾപ്പെടെ കഴിയുന്നുണ്ട്. ടയർ മാറ്റി എല്ലാവരും ചോറയിന്നാൻ പോയി. ഞാനും വണ്ടി മാത്രമുണ്ട്. ഇവിടെ ചോറയിന്ന അടുത്ത് കടയില്ല. ഇതറിഞ്ഞ ഒരു പൊതി ചോറ് കൂടെ കൊണ്ടുവന്ന് അറിയായിരുന്നു. ഇനി എപ്പോൾ വന്നാൽ അവിടെ ഇനി 2 മണിക്ക് തുടങ്ങുള്ളൂ എന്നാണ് തോന്നുന്നത്.
ചോറിന്നാൻ പോയ ഒരുത്തം വന്ന് ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ ചെയ്ത വിലണ്ട മറ്റേ മോട്ടർ എടുത്ത് അതിൻ്റെ ഇടയിൽ കൊണ്ട് വെള്ളം മാത്രം വീണുകൊണ്ടിരിക്കുന്നു അടിയിൽ നിന്ന് വെള്ളം മാത്രം പോയത് ആരുമില്ലാതെ ഒന്ന് ചെയ്യണേന്ന് ചോദിച്ചപ്പോൾ അവയെടുത്ത് കണക്ഷൻ കൊടുത്ത് വെച്ചിട്ട് വെള്ളം മാത്രം മുകളിൽ വീണുകൊണ്ടിരിക്കും. ചോറിന്നിട്ട് വന്ന് അടുത്ത സ്റ്റേജ് പരിപാടി തുടങ്ങി. മണ്ണെണ്ണ തുണിയിൽ മുക്കി തുടക്കുകയാണ്. ടയറിൻ്റെ ഇടയിലൊക്കെ വീടിൻ്റെ ഇടയിലെല്ലാം തുടച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണെണ്ണ മുക്കി വേണ്ട കഴിയ വീലിലാണ് മണ്ണെണ്ണ ഇട്ട് എൻ്റെ നല്ല വൃത്തി, എൻ്റെ അഭിപ്രായത്തിൽ നല്ല വൃത്തി. എന്നിട്ട് അയാൾ വീണ്ടും മണ്ണെണ്ണ മുക്കി അല്ലാതെ മറ്റേ ഇതിൻ്റെ വീൽ കപ്പിൻ്റെ പുറത്തും ടയറിൻ്റെ പുറത്തും മണ്ണെണ്ണ മുക്കി തുടയ്ക്കണ വിഷ്വൽസാണ് കാണുന്നത്. കാറ്റുകൾ പറക്കി ഉണങ്ങാൻ വയ്ക്കുന്നു. ഇവിടെ വെയിലൊന്നുമില്ല, എങ്ങനെ ഉണങ്ങുമെന്തോ. ഉള്ളെടുത്ത് പറക്കി ഉണങ്ങാനായിട്ട് വയ്ക്കുന്നുണ്ട്, പക്ഷെ വെയിലില്ല. വെയിലില്ലാത്തതുകൊണ്ട് ഉണങ്ങണം അങ്ങനെ നമ്മൾ ഒട്ടും വെയിലില്ല, ഭയങ്കര ഡാർക്കായിട്ട് ഒക്കെയാണ്. വന്നപ്പം രാവിലെയുള്ള 6:30-ക്കുള്ള വെയിൽ പോലും ഇപ്പം ഇല്ല. ഫുള്ള് ഒരു മഴ ഇപ്പോഴും എപ്പോഴാണോ പെയ്യുന്നുള്ള കണ്ടീഷനിലൊക്കെയാണ്. ഇത് ഉണങ്ങണ കോളില്ല. ഇത് പേപ്പറെല്ലാം ഇട്ട് വണ്ടി ഓട്ടിക്കാൻ അതേ പറ്റുള്ളൂ. മാറ്റെല്ലാം ഫുള്ള് വെള്ളത്തിൽ കിടക്കുകയാണ്. ഉണങ്ങും തോന്നുന്നുണ്ട്. ഇപ്പോഴൊന്നും ഉണങ്ങണ കോളില്ല. വെയിൽ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബംഗാളി പറക്കിയൊക്കെ വയ്ക്കുന്നത്. മഴ ഭയങ്കരമായിട്ട് പറഞ്ഞു അന്തരീയം. ഈ ഇട സൈഡിൽ ഡോറിൻ്റെ മേളിലൊരു ചെറുതായിട്ടൊരു പാച്ച് വർക്ക് പോലെ കാണുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഇപ്പോൾ വെള്ളം അടിച്ച സമയത്ത് അതിൻ്റെ പ്രഷർ കൊണ്ട് തെറിച്ച് പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ പണ്ടെപ്പോഴോ വരഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്, മുമ്പെപ്പോഴോ വരഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കമ്പനിയിൽ ഫ്രീ സർവീസുള്ള സമയത്ത് വണ്ടി എടുത്ത് പുതുതായിട്ട് എടുത്ത ടൈമിൽ അവർ ഇങ്ങനെയുള്ള പാച്ച് വർക്കൊക്കെ അവർ ചെയ്തു തരുമല്ലോ. അപ്പോൾ അവരെന്തോ കള്ളപ്പണി ചെയ്ത് വെച്ചിരുന്നതാണ് സംഭവം. ഈ വെള്ളത്തിൻ്റെ പ്രഷർ കൊണ്ട് മൊത്തം തെറിച്ച് പോയി. അപ്പോൾ ഇനി അത് ഒന്നുകൂടെ പെയിൻറ്റ് ചെയ്ത് ടച്ചിങ് പോളിഷ് ചെയ്തെടുത്താൽ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ. അല്ലാതെ ഇനി അത് ക്ലിയർ ആവില്ല. മൊത്തത്തിൽ ഒന്ന് ആ സൈഡൊന്ന് പെയിൻറ്റ് ചെയ്ത് ടച്ചിങ് പോളിഷ് ചെയ്യണം. അവരെന്തോ ചെറുതായിട്ട് തൊട്ട് വെച്ചിട്ടുണ്ട്. സാധാരണ ഒരു പീസ് അടിക്കുമ്പോൾ ഫുള്ളായിട്ട് അടിക്കും. ഇവിടെ അത് ചെയ്യാത്തതുകൊണ്ടായിരിക്കണം അത്രയും തെറിച്ച് പോയത്. ഇനിയിപ്പോൾ പെയിൻറ്റ് ചെയ്ത് ടച്ചിങ് പോളിഷ് ചെയ്ത് ക്ലിയർ ആവും. ഈ വെള്ളത്തിൻ്റെ പ്രഷറിൽ മൊത്തം ആ പെയിൻറ്റ് തെറിച്ച് പോയി. ബോണറ്റിനകത്ത് മണ്ണെണ്ണയിട്ട് തേച്ച് കഴുകുകയാണ്. ഇപ്പം നേരത്തെ കഴുകിയതാണ്, മണ്ണെണ്ണയിട്ട് കഴുകുകയാണ്. മഴയായ നിമിഷം പെയ്യും തോന്നുന്നു. മൊത്തം കാലാവസ്ഥ മാറി. ഇപ്പം എന്താ 2:30-2:45 മണിയായുള്ളൂ. ഭയങ്കരമായിട്ട് മഴയുടെ ലാഞ്ചനയുണ്ട്. ഇപ്പം യാതൊരു നിമിഷം പെയ്യും തോന്നുന്നു. ഞാൻ പ്രാർത്ഥനയാണ്, പക്ഷേ ആകാശമൊക്കെ ഇരുണ്ടാകേതായിട്ടിരിക്കുന്നത്. എപ്പോൾ പെയ്യുമെന്നറിയില്ല. ഇവിടെ വീഡിയോ എടുക്കുന്നതിന് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ ഉണ്ട് കേട്ടോ. മലയാളി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് എന്തിന് നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്, ഫേസ്ബുക്കിലെല്ലാം ഇട്ട് അല്ലെ വല്ല ഇതിലും ഇട്ട് വല്ല ഇൻകം ടാക്സ് അത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്നും കൊടുക്കണില്ല, എന്നെ പിടിച്ചോണ്ട് എൻ്റെ ഇത് പൂട്ടിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങേര് വന്ന് എൻ്റെ തോന്നി നിങ്ങൾ വീഡിയോ ഒന്നും എടുക്കില്ല. ഞാൻ പറഞ്ഞത് അതിനൊന്നല്ല, ഇത് വേറൊരു ആവശ്യത്തിനാണ്. എന്തിനെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ വല്ല ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഇട്ട് വല്ല ഇൻകം ടാക്സ് അത് കയറി വന്ന് എന്തുമാത്രം വണ്ടി ഇവിടെ ചെയ്യണമെന്നറിയാം. അപ്പോൾ ഇവിടെ മറ്റേ ബില്ലിങ് അങ്ങനെയൊന്നും ഇല്ലല്ല. പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പണി പാവപ്പെട്ട എൻ്റെ വാക്യത്ത് കൈയിട്ട് വരാൻ നിൽക്കുന്ന കുറേ ഗവൺമെൻറ് സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മുമ്പൊക്കെ പലയിടത്തും വർക്ക്ഷോപ്പിലൊക്കെ എടുത്തെങ്കിലും ആരും ഇത് പറഞ്ഞിട്ടില്ല. അതും രഹസ്യമായിട്ടൊക്കെയാണ് എടുക്കണം, അവരറിയാതല്ലേ എടുക്കണം. ഇതും അതുപോലെ തന്നെ. ഇതിപ്പോൾ ഞാൻ കുറേ നേരം രാവിലെ വരെ തുടങ്ങിയില്ല, 6:30 മണി മുതൽ ഞാൻ ക്യാമറ കൊണ്ട് ഇടയ്ക്കിട്ട്. അപ്പോൾ അങ്ങേര് എന്നെ ശ്രദ്ധിച്ചേട്ടാ. മറ്റിടത്ത് പോലെയൊന്നുമല്ല, മറ്റിടത്ത് ആരും ശ്രദ്ധിച്ചില്ല, പക്ഷേ ഇത് അങ്ങേര് ശ്രദ്ധിച്ച്. എൻ്റെ അപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ പെട്ടി ഓട്ടോ ഡ്രൈവറും കൂടെ വന്ന് പറഞ്ഞു നിങ്ങൾ ഈ എടുത്ത് ഇനി പുള്ളിയെ വല്ല കുരുക്കാനാണോ എന്ന് ചോദിച്ച്. മുതലാളിയുടെ മരുമകൻ സെക്രട്ടേറിയറ്റിൻ്റെ ഓഡിറ്ററാണ്. അപ്പം പുള്ളി വന്ന് കഴിച്ച് ഇത് എടുത്ത് വിട്ട് വല്ല നിങ്ങൾ ഇൻകം ടാക്സിൻ്റെ ചാറിനല്ലാണോ. അപ്പോൾ ഞാൻ പറഞ്ഞ അല്ലല്ല, പുള്ളിക്ക് തന്നെ അറിയാം, 20 വർഷം കൊണ്ട് അറിയാം, ഞാൻ ഇത്രയും വർഷം കൊണ്ട് ഇവിടെ വന്നു. അടുത്ത സ്റ്റെപ്പ് വായിലടിക്കുകയാണ്. ആമാര് ഒരു വണ്ടി ചെയ്ത് കണ്ടിട്ട് വേറെ വണ്ടി ചെയ്യാൻ പോകും. അതിപ്പോൾ വന്ന് വീണ്ടും തുടങ്ങി. അതിൻ്റെ അടിയിലെല്ലാം ഓയിൽ, അടിയിൽ എഞ്ചിൻ്റെ ഇടയിൽ ടയറിൻ്റെ ഇടയിലൊക്കെ ഓയിലടിക്കുകയാണ്. കണ്ടല്ല, നല്ല ഭംഗിയായിട്ട് അടിക്കണം. ഓയിലടിക്കുമ്പോഴത്തേക്കും തിരുമ്പൊന്നും കയറില്ല, അതിന് വേണ്ടിയിട്ടാണ് ഓയിലടിക്കണം. ഫുള്ള് ഓയിൽ, അത് നമ്മൾ എഞ്ചിനിലടിക്കുന്ന ഓയിൽ തന്നെ. അതിൽ പിന്നെ കുറച്ച് മറ്റേ ഇതുണ്ടല്ലോ കരി ഓയിലും അതുപോലെ തന്നെ ഡഫ്ലോൺ കോട്ടിങ്ങിൻ്റെ ഒരു സാധനം കൂടെ മിക്സ് ചെയ്താണ് അടിക്കുന്നത്. അപ്പോൾ ചെളിയും പിടിക്കില്ല, ഈ പറഞ്ഞതുപോലെ തിരുമ്പ് പിടിക്കില്ല, നല്ല ഭംഗിയായിട്ട് ഇരിക്കും. ചെളി പിടിച്ചാലും പെട്ടെന്ന് തെറിച്ച് പോകും. ഇതിൻ്റെ ഗ്രിപ്പ് കിട്ടില്ല, അത് നമ്മൾ കയ്യിൽ വെക്കും പോലെ അങ്ങ് കളയി അങ്ങ് പോകും, ഒട്ടിപ്പിടിക്കില്ല. ക്ലൈമറ്റ് മൊത്തം മാറി, ഓയിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി പോലെയായി, ഒന്നും കണ്ടുകൂടാ. ഉള്ള പരിമിതമായ ഇത് വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മളെ വണ്ടി പൊങ്ങിത്താന്ന് കളിക്കുകയാണ്. ഇത്ര നേരം കൊണ്ട് തുടങ്ങിയെന്നറിയും. അവന്മാർ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പോകും, ഇങ്ങ് പോകും, കാപ്പ് കുടിക്കാൻ പോകും, പിന്നെ പാക്ക് വയ്ക്കാൻ പോകും, ചോറി തിന്നാൻ പോകും. ഞാൻ അടുത്ത് അവിടെ കുറേ ഉണ്ട് ക്യാമറ കൊണ്ട് ഇടയ്ക്കാണ് ഞാനൊക്കെ പറയും. നിങ്ങളിവിടെ എന്താണ് ചെയ്യണമെന്ന് കാണണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. മൊത്തം വീഡിയോ കാണണം കേട്ടോ, കാണാതിരിക്കില്ലേ, ഫുള്ള് കാണണം. നമ്മൾ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ വേറെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ കാണാമോ, കാണാമോ?
നല്ല നീറ്റായിട്ടുണ്ട്. അതിനകത്ത് കിടന്നാലും നല്ല വൃത്തിയാക്കി അത് ഓയിലൊക്കെ അടിച്ച് നല്ല പുതിയ ഓയിലായിട്ടുണ്ട്. എഞ്ചിൻ്റെ ഇതിൻ്റെ ഓയിലടിക്കുകയാണ്. വേണ്ട എഞ്ചിൻ്റെ ഓയിലടിച്ച് നല്ല നീറ്റായിട്ടുണ്ട്. എഞ്ചിൻ്റെ ലാസ്റ്റ് വീണ്ടും വെള്ളം അടിച്ച് കഴിയുകയാണ്. ഇപ്പം എന്താ വൈകുന്നേരമായി, 6 മണിയോളമായി. വെള്ളം വീട്ടി ഇതാ കഴിയുകയാണ്. ഒരു സർവീസ് സെൻ്ററിൽ ഇതുപോലെ ചെയ്യില്ല കേട്ടല്ലോ. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് അറിയാം. അങ്ങനെ അത്രയ്ക്ക് മാത്രം ഒരു വണ്ടി വെച്ച് ഇത്രയും സമയം ചെയ്യുക എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്താണ് കാണിക്കുന്നത്. അതിൽ മൊത്തം കാണിക്കണമെങ്കിൽ കാണിക്കാം. നമ്മളതിലുണ്ട് വീഡിയോ എല്ലാം മൊത്തം ഫുള്ള് എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം വരെ ഇതാണ്ട് ഇത്രയും മണിപ്പോൾ ഇത്രയും സമയമായില്ലേ, ഇത്ര മണിക്കൂറായി. ഇനിയും ഉണ്ട്, തീർന്നില്ല. അതാ ലാസ്റ്റ് പരിപാടിയാണ്. വണ്ടി സോപ്പ് ഓയിലിട്ട് കഴുകുക. സോപ്പ് ഓയിലിട്ട് കഴുകി ഫുള്ള് കഴുകണം. ഇനി ഒരു അഴുക്ക് പോലും കാണില്ല, ഫുള്ള് അഴുക്കും പോകും. ഇനി മഴ പെയ്യാതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. മഴ പെയ്ത് കഴിഞ്ഞാൽ അതേ ഉള്ളൂ. കണ്ടല്ലോ, രാവിലെ 6:30 മണിക്ക് ഞാൻ വന്നതാണ്. ഇപ്പം വൈകുന്നേരത്തത് 6:30-7 മണിയാകുമ്പോൾ. ഇന്നത്തെ ദിവസം ഫുള്ള് ഞാൻ ഈ വണ്ടിയുടെ പുറകെയായിരുന്നു. ചിലർ വണ്ടി കൊണ്ട് ഇട്ടിട്ടങ്ങ് പോകും, തലേദിവസം കൊണ്ട് ഇട്ടിട്ട് പോകും. നമ്മൾ കൂടെ നിൽക്കണോണ്ടായിരിക്കും അവർ ഇത്രയും ഭംഗിയായിട്ട് കഴിവണത്. ഇപ്പോൾ ഒരാളിനെ കൂടെ വിട്ടിട്ടുണ്ട്. സ്പീഡ് നടക്കും കാര്യങ്ങൾ. ഒരാൾ സോപ്പ് തേക്കണം, ഒരാൾ വെള്ളം വെച്ചടിക്കണം. നല്ല ഭംഗിയായിട്ട് കഴിവണം. നമ്മൾ കൂടെ നിന്നാലേ പറ്റുള്ളൂ. ഒരു ദിവസം എനിക്ക് ഈ വണ്ടിയുടെ എൻ്റെ വണ്ടി സർവീസ് ചെയ്യുമ്പോഴെല്ലാം ഞാൻ കൂടെ നിന്നാണ് ചെയ്യണത്. ചിലർ തലേദിവസം കൊണ്ടിടും. മറ്റത് ഞാൻ കൂടെ നിന്നിട്ട് എനിക്ക് ഫ്രീ ആയിട്ടുള്ള ദിവസം കൂടെ നിന്നിട്ട് അങ്ങനെ ചെയ്യുന്ന പറഞ്ഞ് ചെയ്യും. എത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ കൂടെ നിന്ന് അത് ചെയ്ത് അവിടെ ചെളിയിരുന്ന് നമ്മൾ അവിടെ അത് കഴിവെന്നൊക്കെ പറഞ്ഞ് കൂടെ നിന്ന് ചെയ്യിക്കണോണ്ടായിരിക്കും. നല്ല പുതിയ ഷോറൂം നിറക്കുന്ന കണക്ക് വണ്ടി ഇരിക്കും. നല്ല ഭംഗിയാക്കി തരും. മഴ ആയതുകൊണ്ട് ഇല്ലായിരുന്നു ഞാൻ ടച്ചും പോളിഷും കൂടെ ചെയ്യുമായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ട് പുതിയ നമ്മൾ കമ്പനി നിറക്കുന്ന കണക്കിരിക്കും. എൻ്റെ വണ്ടി എൻ്റെ വെള്ളക്കാറ് കണ്ടില്ലേ, വ്യത്യാസം ഫോർഡ് ക്ലാസിക്കോ കണ്ടില്ലേ, പുതിയ വിലയും. കാര്യം ഞാൻ സർവീസ് ചെയ്ത ഉടനെ തന്നെ അത് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം കൊണ്ടൊന്ന് ടച്ചും പോളിഷ് ചെയ്യും. ടച്ചും പോളിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 600-700 രൂപയാണ് ടച്ചും പോളിഷ് ചെയ്യണമെങ്കിൽ. അത് ചിലപ്പോൾ 1200 രൂപയുടെ കൂടിയതാണെന്നുണ്ടെങ്കിൽ 1200-2000 രൂപയ്ക്കകത്താവും. പക്ഷേ ടച്ചും പോളിഷ് ചെയ്താൽ 6 മാസത്തേക്ക് പെർഫെക്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഏകദേശം കഴിയാറായി. അതാ മണി 7:15. സ്റ്റെപ്പിന് വീണ്ടും കഴിയുകയാണ്. കാണാമോ അവിടെ അല്ലേ സ്റ്റെപ്പിന് ടയറിട്ട് കഴുകിക്കൊണ്ടിരിക്കുക. കഴുകുക വിളിച്ചല്ലേ അല്ലേ, സ്റ്റെപ്പിന് ടയറാണ് കഴിയുന്നത്. കഴുകുക ഞാൻ കൊണ്ടുപോകും. ടയർ എത്ര പ്രാവശ്യം കഴിയുമെന്നറിയാം. വേണ്ട പുതിയ പോലെ ഇട്ടുണ്ട്. ടയറെല്ലാം നല്ല നീറ്റായി പെർഫെക്റ്റായി പുതിയ ടയർ പോലെ. രാവിലെ 6:30 തുടങ്ങിയതാണ്. ഇപ്പോൾ രാത്രി 7:30 തീരാറായി. അകത്ത് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടിക്കകം നീറ്റാക്കി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തം സർവീസ് ചെയ്ത് കഴിഞ്ഞ് അകം വൃത്തിയാക്കുകയാണ്. അകത്ത് നല്ല സീറ്റിനകത്തൊക്കെ സാപ്പിട്ട് നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കുന്നുണ്ട്. ഇതിനകത്ത് തുരുമ്പുണ്ട്. എന്താ ഈ സ്റ്റെപ്പിന് ടയറൊക്കെ തുരുമ്പടക്കുന്നുണ്ട് അടിയിൽ ഭാഗത്ത്. അത് എത്രയും പെയിൻറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ പണിയാവും. രണ്ടുപേരും നിന്നാണ് തുടയ്ക്കുന്നത്. ഞാൻ നോക്ക്, ഈ സൈഡിലൊരാൾ, ആ സൈഡിലൊരാൾ, രണ്ടുപേരും എന്നിട്ട് തുടയ്ക്കുകയാണ്. ഫുള്ള് ഒരു വണ്ടി പണിയണ കാര്യമാണ്. നോക്കിയാണ് രണ്ടുപേരും കഷ്ടപ്പെട്ട് ചെയ്യണം ഒരു വണ്ടി. നല്ല നീറ്റായിട്ട് അകത്തെല്ലാം. ഒരു സർവീസ് സെൻ്ററിൽ ഇങ്ങനെ ചെയ്യില്ല. കമ്പനി പോലും ഞാൻ വെല്ലുവിളിക്കുന്നു ആരെങ്കിലും ചെയ്യുമെങ്കിൽ അത് കാണിച്ചാൽ. ചിലപ്പോൾ ഞാൻ കൂടെ നിൽക്കണോണ്ടായിരിക്കണം, എനിക്കറിയില്ല. മറ്റേ വണ്ടികളൊന്നും ചെയ്യണം ഞാൻ കണ്ടില്ല, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. ഇനി 1 മണിക്കൂർ എടുക്കും തോന്നണം. തീരാറായില്ല. കാര്യം അവസാനത്തെ ഫൈനൽ സ്റ്റേജാണ് ചെയ്യുന്നത്. ഇനി വണ്ടി തുടയ്ക്കാൻ വേണം. വണ്ടി തുടച്ചില്ല. വെയിലുണ്ടായിരുന്ന വെയിൽ തട്ടാൽ മതിയായിരുന്നു, തുടയ്ക്കണ്ടായിരുന്നു. ഇനിയിപ്പോൾ തുടയ്ക്കാതെ ഓടാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്രയും പൊടി അത്രയും അടിച്ച് കയറും. പെട്ടെന്ന് സർവീസ് ആയിട്ട് പോകാമെന്ന് വെച്ച് പറഞ്ഞവർക്ക് ഇവിടെ പറ്റൂല. കാരണം എന്താ, ഇപ്പം തന്നെ കണ്ടില്ലേ, 2 പേര് നിന്നാണ് ചെയ്യണത്. അവർ സീറ്റിലുള്ള അഴുക്ക് കളയാൻ വേണ്ടിയിട്ട് വെള്ളം വീത്തി സോപ്പ് തേച്ച് മറ്റേ നമ്മൾ തുണിയിലുള്ള ബ്രഷ് ഇട്ടാണ് തേച്ച് കഴിവണം. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യണം. ഫുള്ള് 2 പേര്, ലാസ്റ്റ് 2 പേരെന്നാണ് പണി ചെയ്യണത്.
ടയറിരിക്കുന്നിടത്ത് ബാക്ക് സ്റ്റെപ്പിൽ ഇരിക്കുന്നിടത്തുള്ള തുരുമ്പാണ് ഇപ്പം കണ്ടത്. പക്ഷേ അത് ഞാൻ സർവീസ് ചെയ്യുന്നതിന് മുമ്പ് അത് കണ്ടില്ലായിരുന്നു. കണ്ടെങ്കിൽ ആ ടയർ ചുരണ്ടി പെയിൻറ്റ് ചെയ്തിട്ട് ഞാൻ സർവീസ് ചെയ്യുള്ളായിരുന്നു. ഇനി അടുത്ത സർവീസ് ചെയ്യണതിന് മുമ്പായിട്ട് ഇത് ചുരണ്ടി ടയർ നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യാം. ഇത് പെയിൻറ്റ് ചെയ്തില്ലെങ്കിൽ ചുരണ്ടി പെയിൻറ്റ് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് ചിലപ്പം ടയറിൻ്റെ ഡിസ്ക് കിടന്ന് ചിലപ്പോൾ തുരുമ്പ് പിടിക്കും. അതാണൊരു കുഴപ്പം. ഞാനിപ്പം തുരുമ്പ് പിടിക്കാത്ത രീതിയിൽ പൊക്കി വെച്ചോളാം. എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്ത് വയ്ക്കാൻ പറയാം, കുഴപ്പമില്ല. ഞാൻ നേരത്തെ കണ്ടെങ്കിൽ ഞാൻ അതും കൂടെ പെയിൻറ്റ് ചെയ്യാൻ ചുരണ്ടി. പക്ഷേ ഇപ്പോഴാണ് അത് തുറന്നപ്പോഴാണ് അത് കണ്ടത്. അല്ലെങ്കിൽ ഞാൻ പെയിൻറ്റ് ചെയ്ത് ഇനിയിപ്പോൾ സമയമില്ല, അല്ലെങ്കിൽ ചുരണ്ടി പെയിൻറ്റ് അടിച്ച് കൊണ്ടിട്ടുള്ളായിരുന്നു. ഡോറൊക്കെ നല്ല ഭംഗിയായിട്ട് തുടയ്ക്കുന്നുണ്ട്. ഇവിടെ ഒരാളിരുന്ന്, ഇവിടെ ഈ സൈഡിലും ഡോറ് ഒരാളിരുന്ന് തുടയ്ക്കുന്നുണ്ട് ഭംഗിയായിട്ട്. ആൾമോസ്റ്റ് കഴിയാറായി. ഇപ്പം കഴിയുമായിരിക്കും, ഏകദേശം തീരാറായി.